ഇന്ന് നമ്മോടൊപ്പം സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് ഇംഗ്ലിഗേറ്റിന്റെ സിഇഒ ആൻഡ് ഫൗണ്ടർ ആയിട്ടുള്ള മിസ്റ്റർ ഗൂഗിൾ. ഇംഗ്ലിഗേറ്റ് എന്നുള്ളൊരു പേര് ഗേറ്റ് വേ ടു ഇംഗ്ലീഷ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്നാണ് ഇംഗ്ലിഗേറ്റ് എന്നുള്ളൊരു പേര് വരുന്നത്. ഇംഗ്ലിഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം ചാലഞ്ചസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ നിന്ന സിറ്റുവേഷൻ ഉണ്ട്. ഇത് നിർത്തണോ കണ്ടിന്യൂ ചെയ്യണോ? 7 സ്റ്റുഡൻസും 4 ട്രെയിനേഴ്സും വെച്ച് സ്റ്റാർട്ട് ചെയ്ത ജേണിയാണ്. ഇപ്പോ ഇംഗ്ലിഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം 10,000+ സ്റ്റുഡൻസ് ഉണ്ട്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഗ്രോത്തിലേക്ക് എത്തിയത്? ഞാൻ ഒരു പച്ചക്കറി വെക്കുമായിരുന്നു കുറച്ചാള്. അപ്പോൾ പച്ചക്കറി വെക്കുന്ന സമയത്ത് ബിസിനസ്സിനോടുള്ള ഒരു ഇഷ്ടം പിന്നീട് വീണ്ടും വന്നു തുടങ്ങിയത് അപ്പോഴായിരുന്നു. ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്നൊരു ബാക്ക് ബെഞ്ചറായിരുന്നു. ആളെന്നെ കൊണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിപ്പിച്ചു. എനിക്ക് കിട്ടിയില്ല, ഞാൻ കരഞ്ഞു തുടങ്ങിയിട്ട്. സോ നമ്മളുടെ മക്കളുടെ ഫ്യൂച്ചർ നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ ബിസിനസ്സിന്റെ ഫ്യൂച്ചറും സ്വപ്നം കാണുന്നുണ്ട്. എനിക്ക് എൻ്റെ ഫസ്റ്റ് ചൈൽഡാണ് എൻ്റെ ബിസിനസ്. ഒരു സമയത്ത് ഇംഗ്ലിഗേറ്റ് എൻ്റെ മാത്രം സ്വപ്നമായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇംഗ്ലിഗേറ്റ്. ഒരു ഫേവറേറ്റ് സ്റ്റാഫ് അങ്ങനെ ചോദിച്ചാൽ പിന്നീട് ഞങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അങ്ങനെയുള്ള ജീവിതം കൊടുത്തിട്ടുള്ള ഇൻഷുറൻസും ഇംഗ്ലിഗേറ്റ് കാരണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പഠിക്കാൻ വന്ന 2 സ്റ്റുഡൻസ് തന്നെ. അപ്പോൾ അവർക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. എയർപോർട്ടിൽ വെച്ചിട്ടാണോ ഫ്ലൈറ്റിൽ വെച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് അവർ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അവർ ജസ്റ്റ് സംസാരിച്ചപ്പോൾ രണ്ടുപേരും ജർമ്മനിലോട്ടാണ്. പറഞ്ഞു വന്നപ്പോൾ രണ്ടുപേരും ഇംഗ്ലിഗേറ്റിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അവർ പിന്നെ റിലേഷൻഷിപ്പിലായി. ഇപ്പൊ കല്യാണം കഴിച്ചു. ഹലോ എവരിവൺ, ദിസ് ഈസ് മീനാക്ഷി അശോകൻ ആൻഡ് യു ആർ വാച്ചിങ് എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബ്രാൻഡ് യാത്ര. സോ ഒരുപാട് ആൾക്കാരുടെ ഡ്രീമാണ് വിദേശത്ത് പോയി സെറ്റിൽ ആവുക എന്നുള്ളത്. പക്ഷേ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു ചലഞ്ചസ് ആണ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി. സോ ഇതിനെല്ലാം ഉള്ളൊരു സൊല്യൂഷനാണ് ഇംഗ്ലിഗേറ്റ്. ഇന്ന് നമ്മോടൊപ്പം സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് ഇംഗ്ലിഗേറ്റിന്റെ സിഇഒ ആൻഡ് ഫൗണ്ടർ ആയിട്ടുള്ള മിസ്റ്റർ ഗൂഗിൾ. സർ, വെൽക്കം ടു ദി ഷോ. Thank you. Sir, how are you? I'm good. How are you? Good, sir. Sir, ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇംഗ്ലിഗേറ്റ് എന്ന് പറഞ്ഞൊരു നെയിം ചൂസ് ചെയ്തിട്ടുള്ളത് അക്കാഡമിക്ക്? സോ ഇംഗ്ലിഗേറ്റ് എന്നുള്ളൊരു പേര് ഗേറ്റ് വേ ടു ഇംഗ്ലീഷ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്നാണ് ഇംഗ്ലിഗേറ്റ് എന്നുള്ളൊരു പേര് വരുന്നത്. ബേസിക്കലി നമുക്കൊരു പേര് വേണം, എന്തായാലും അക്കാഡമിക്ക് ഒരു പേര് വേണം എന്നുള്ള നിർബന്ധമായിരുന്നു. പക്ഷെ അത് എങ്ങനെ എന്ത് ഐഡിയയിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊന്നും അറിയണ്ടായിരുന്നില്ല. സോ ആ ഒരു സമയത്ത് ഇംഗ്ലീഷ് കോഴ്സസ് മാത്രമായിരുന്നു പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു ആലോചന ഉണ്ടായിരുന്നത്. അപ്പം ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് IELTS, അതുപോലെ തന്നെ OET ആൻഡ് ദെൻ സ്പോക്കൺ ഇംഗ്ലീഷ്, ഇത് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. സോ ഈ 3 ഇംഗ്ലീഷ് കോഴ്സസ് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനോട്ടുള്ള ഒരു ഗേറ്റ് വേ, അതായത് ഇംഗ്ലീഷിലോട്ടുള്ള ഒരു ഗേറ്റ് വേ എന്നുള്ള രീതിക്ക് ഗേറ്റ് വേ ടു ഇംഗ്ലീഷ് അതായിരുന്നു ഇംഗ്ലിഗേറ്റ്. ലേറ്റർ നമ്മൾ ഒരുപാട് കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ സമയത്ത് നമുക്ക് ആ ഒരു ടാഗ് ലൈൻ വേണ്ട എന്ന് തോന്നി. ടാഗ് ലൈൻ ചെറുതായിട്ടൊന്ന് മാറ്റി. ഇപ്പം ലേണിംഗ് ബിയോണ്ട് ഓർഡിനറി ആണ്. ഓർഡിനറി ആയിട്ടുള്ള ഒരു കോഴ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൾ എക്സ്ട്രാordinary. ഓക്കെ സർ. അപ്പം നമ്മളിപ്പം ഇതിൻ്റെ ഒരു ഇംഗ്ലിഗേറ്റിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിരിക്കില്ല. നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസസ് അല്ലെങ്കിൽ ചാലഞ്ചസ് ഉണ്ടാവും. എന്തായിരുന്നു ഇംഗ്ലിഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു സ്ട്രഗ്ലിംഗ് അല്ലെങ്കിൽ ചാലഞ്ച് ആയിട്ടുള്ളത്? ഇംഗ്ലിഗേറ്റിന് ചലഞ്ചസ് ഉണ്ടായിരുന്നിട്ടുള്ളൂ. കംപ്ലീറ്റ് ചലഞ്ചസ് ആയിരുന്നു. ഞാൻ എന്തൊക്കെ തൊട്ടിട്ടുണ്ടോ അതൊക്കെ ചലഞ്ചിലാണ് ഞാൻ അവസാനിച്ചിട്ടുള്ളത്. പറയാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിനെ കിട്ടാൻ വലിയ ചലഞ്ചസ് ആയിരുന്നു. ചലഞ്ചസ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. പിന്നീട് നമുക്ക് ട്രെയിനേഴ്സിന് കിട്ടാൻ, സ്റ്റുഡൻസിന് എണ്ണം സാധാരണക്കാൾ കൂടുതൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു ഒരു ടൈമില്. നമുക്ക് ഇനീഷ്യലി തന്നെ അതങ്ങനെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ട്രെയിനേഴ്സിനെ കിട്ടുക എന്നുള്ളതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റുഡൻസിനെ നമുക്ക് കൺവിൻസ് ചെയ്യാന്നുള്ളത് വേറെ ബുദ്ധിമുട്ടായിരുന്നു. അതായത് നമുക്കൊരു ട്രാക്ക് റെക്കോർഡ് ഇല്ല, നമുക്ക് ഒരു തരത്തിലുള്ള ട്രാക്ക് റെക്കോർഡ് ഇല്ല. നമുക്ക് അന്വേഷിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്, ആർക്കും അറിയില്ല ഒന്നിനെ പറ്റിയിട്ടും. നമ്മൾ ഇട്ടിട്ടുള്ള കുറച്ച് പോസ്റ്റുകളല്ലാതെ, നമ്മളുടെ സ്റ്റുഡൻസിന്റെ റിവ്യൂസ് അല്ലാതെ ആർക്കും ഒന്നും അറിയില്ല. അതിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് റിവ്യൂസ് ആയിട്ട് അവർ പറയുന്നത് മാത്രം, അവരായിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മാത്രമേ നമ്മൾ സാധാരണ രീതിക്ക് പോസ്റ്റ് ചെയ്യാറുള്ളൂ. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ കുറച്ച് പേരെടുത്തൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടെന്നല്ലാതെ ബാക്കി നമ്മൾ ലൈക്ക് സാധാരണ പോസ്റ്റ് ചെയ്യാറില്ല. അവരൊരു കൺസെന്റും കൂടെ എടുത്ത് അങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാറില്ല. എല്ലാവരുടെയും നമ്മൾ അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല. സോ ചാലഞ്ച് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇനീഷ്യൽ സ്റ്റേജസ് ഭയങ്കര ഹാർഡായിരുന്നു. അതിനെ എൻ്റെ ടീം എല്ലാ കാര്യത്തിലും ഒപ്പം നിന്നിട്ടുണ്ട്. ഇപ്പം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ ആ ടൈം എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ആ ബുദ്ധിമുട്ടുകൾ പലതും ഇപ്പോഴും ഉണ്ട്. എക്സെപ്റ്റ് നമ്മളൊരു നല്ലൊരു ബ്രാൻഡായി മാറിയപ്പോൾ തന്നെ പലപ്പോഴും ഇപ്പം
റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പമാണ് പലർക്കും. സ്റ്റുഡൻസിനെ കഴിഞ്ഞാലും ട്രെയിനേഴ്സിനെ കഴിഞ്ഞാലും ഒക്കെ ഇപ്പം ഇങ്ങോട്ട് ജോലി അന്വേഷിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോയൊരു ട്രെയിനറിനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പല ട്രെയിനേഴ്സും അവരുടെ റെഫറൻസിലുള്ള നല്ല ട്രെയിനേഴ്സിനെ നമുക്ക് റെഫർ ചെയ്ത് തരാറുണ്ട്. ഇവിടെ ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ 2-3 ലെവൽ ഓഫ് ഇന്റർവ്യൂസ് സാധാരണ ഉണ്ടാവാറുണ്ട്. അല്ലാതെ നമ്മൾ ഒരാൾ എടുക്കാറില്ല. ആ ക്വാളിറ്റി അത്രയും മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നമുക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രീമിയം ക്വാളിറ്റി അത് അഷ്യൂർഡ് ആണ്. ഇംഗ്ലീറ്റ് ഒരു പ്രീമിയം അക്കാഡമിയാണ്. പക്ഷെ ആർക്കായാലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കോഴ്സസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അഫോർഡബിൾ ആണ്, പക്ഷെ കൊടുക്കുന്ന സർവീസസ് അൾട്ടിമേറ്റ്ലി പ്രീമിയം ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിനോടുള്ള ഒരു ഇഷ്ടത്തിലാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. എങ്ങനെയാണ് ഇംഗ്ലീറ്റ് ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിയായി മാറിയത്? ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു ബാക്ക് ബെഞ്ചർ ആയിരുന്നു, ടു ബി ഓണസ്റ്റ്. അപ്പൊ ആ ടൈമിലൊക്കെ നമ്മുടെ അടുത്തൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചോദിക്കുമല്ലോ ആരാവണം എന്നുള്ള ആഗ്രഹം ഒക്കെ ചോദിക്കുമല്ലോ. അപ്പം എനിക്ക് ഇതൊരു ഫാമർ ആവണം, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്മാൻ ആവണം, ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാൻ ഇത് തന്നെയാണ് എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ളതും. പക്ഷെ എങ്ങനെ ആവണം, അതിനുള്ള റിസോഴ്സസ് എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഇതിനൊക്കെ ഗൈഡ് ലൈൻസ് എവിടെ നിന്ന് കിട്ടുന്നൊന്നും ഇംഗ്ലീറ്റ് തുടങ്ങുന്നവരറിയില്ലായിരുന്നു. സോ റിസോഴ്സസ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി. പക്ഷെ ലൈഫ് കൊണ്ടെത്തിച്ചത് ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡിലായിരുന്നു ട്രെയിനിങ്. സോ ട്രെയിനിങ്ങിൽ ഒരുപാട് നാൾ കണ്ടിന്യൂ ചെയ്തു. അത് വളരെ സന്തോഷമുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ട് മാറി. പിന്നീട് ദെൻ ലൈഫിലൊരു ക്രൈസിസ് വന്നപ്പം ഞാൻ ഒരു പച്ചക്കറി വെക്കുമായിരുന്നു കുറച്ചാള്. അപ്പോൾ പച്ചക്കറി വെക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ലൈക്ക് ആ ബിസിനസ്സിനോടുള്ള ഇഷ്ടം പിന്നീട് വീണ്ടും വന്നു തുടങ്ങിയത്. മറ്റേത് അതുവരെ ഒരാളുടെ അണ്ടറിൽ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ബിസിനസ്സിനോടുള്ള ഒരു ഇഷ്ടം പിന്നീട് വീണ്ടും വന്നു തുടങ്ങിയത് അപ്പോഴായിരുന്നു. കാരണം റിയൽ ടൈം ആയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പം തന്നെ പൈസ കിട്ടുന്നു അല്ലേ. അപ്പം അത് ഒരു ഭയങ്കര ഒരു പ്ലഷർ ആയിരുന്നു എനിക്ക്. കാരണം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ബിസിനസ്സിനോടുള്ള ഇഷ്ടം വീണ്ടും വന്നു തുടങ്ങിയത് ആ ഒരു മൊമെന്റിലാണ്. സോ ആ സിറ്റുവേഷൻ ആക്ച്വലി എന്നെ വീണ്ടും ഒരു ബിസിനസ്മാൻ ആക്കി എന്ന് പറയാം. അവിടെ വെച്ചാണ് എനിക്കിപ്പോൾ അറിയുന്ന ഒരു കാര്യം, അതായത് ട്രെയിനിങ്, അതിനെ എങ്ങനെ എനിക്ക് ഒരു വേറെ ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടാ, എനിക്ക് എങ്ങനെ അതിൽ നിന്നൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ട് വന്നേ. ആൻഡ് ദെൻ ആ സമയത്ത് ഇംഗ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അശ്വതി. ആളാണ് ഇംഗ്ലീറ്റിലെ ജനറൽ മാനേജർ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ എനിക്ക് വളരെ പരിചയമുള്ള, എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു 3 ട്രെയിനേഴ്സ്, അവരും കൂടിയിട്ടാണ് 4 ട്രെയിനേഴ്സ്, അവരും കൂടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇംഗ്ലീറ്റിന്റെ തുടക്കം അല്ലെങ്കിൽ ജനനം എന്ന് പറയുന്ന ഒരു പച്ചക്കറി കടയുടെ ഉള്ളിൽ നിന്നാണ്. അവിടെ ഇരുന്നിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഒരുപാട് കോൺവെർസേഷൻസ്, ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. അതായത് ഒരു വലിയ ഒരു സ്കെയിലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം വളരെ ചെറിയ സ്കെയിലിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ലാതെ കയ്യിൽ ആകെ കൂടെ ഒരു കൂടിപ്പോയ 1000 രൂപ 2000 രൂപയൊക്കെ ഉണ്ടാവും. അതും വെച്ചൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമല്ലോ. സോ അങ്ങനെയാണ് ഇംഗ്ലീറ്റിന്റെ തുടക്കമായിരുന്നത്. അപ്പൊ ആദ്യം ഇത്ര കോഴ്സസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പിന്നീട് വളർച്ച പെട്ടെന്നായിരുന്നു. നമ്മൾ ഇന്ന് 10+ കോഴ്സസ്, 10,000+ സ്റ്റുഡൻസ് എന്നുള്ളൊരു വലിയ മൈൽ സ്റ്റോണിൽ എത്തിയിട്ടുണ്ട്. അപ്പം മൈൽ സ്റ്റോൺ നമുക്ക് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട് ഈ ജേർണിയിൽ. അപ്പം അവരുടെ അടുത്തൊക്കെ എന്നും താങ്ക്ഫുൾ ആണ്. ഫുള്ളി ഫ്ലെഷ്ഡ് ആയിട്ടുള്ള അക്കാഡമി ആക്കി നമ്മളെ മാറ്റിയത് ഇത്രയും പേരുടെ ഹെൽപ്പായിരുന്നു. ഒരു ചെറിയ ഇംഗ്ലീഷ് കോഴ്സസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കാഡമിയിൽ നിൽക്കാൻ പാടില്ല എന്ന് പോലും എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരുപാട് പേരുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെ ക്വാളിറ്റി അത്രയും ബെസ്റ്റ് ആയിരുന്നു. സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു ആശയം തന്നെ വന്നേ, എന്തുകൊണ്ട് സാറിന് ജർമ്മൻ തുടങ്ങിക്കൂടാ, അല്ലെങ്കിൽ ബാക്കി ഫ്രഞ്ച് തുടങ്ങിക്കൂടാ എന്നുള്ളതൊക്കെ. അപ്പം അവരുടെ ഒരു മോട്ടീവ് ആയിരുന്നു ഇന്ന് ഇങ്ങനെ വെരി ട്രൂ. അങ്ങനെയാണ് നമുക്ക് പിന്നെ ഇങ്ങനൊരു സംരംഭം ഇത്രയും വലുതാക്കി എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. ചോദിക്കട്ടെ, അപ്പൊ എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഇംഗ്ലീഷിലേക്ക് എത്തിയ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. ഞാൻ സാധാരണ ഒരു സ്റ്റേറ്റ് സ്കൂളിൽ പോയിട്ടുള്ള ഒരാളായിരുന്നു. സാധാരണ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞുകൊണ്ട് എക്സാജറേഷൻ ആണെന്ന് തോന്നരുത്, പക്ഷെ 4ാം ക്ലാസ്സിലാണ് ബാറ്റും ബോളും പോലും പഠിക്കുന്നത്, അതിൻ്റെയൊക്കെ സ്പെല്ലിങ്സ് ഒക്കെ. അപ്പോൾ 5th എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 5ാം ക്ലാസ്സിൽ എന്നെ അടുത്ത് ടീച്ചർ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറഞ്ഞപ്പം ഓഫ് കോഴ്സ് എന്നുള്ള വാക്ക് വായിക്കാൻ ഓഫ് കഴിഞ്ഞിട്ട് കോഴ്സ് വായിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 10-15 സെക്കൻഡ് എടുത്തിട്ടുണ്ട്. അത്രയും വീക്കായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. അപ്പം ഇത് പിന്നീട് ഭയങ്കരമായിട്ട് വാശിയായിട്ട് മാറി. അതായത് 7th എത്തിയപ്പം വീണ്ടും മെല്ലെ മെല്ലെ കാര്യങ്ങൾ മാറി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പോഴെങ്കിലും ബെറ്റർ ആവും. പക്ഷെ അഞ്ജു എന്ന് പറഞ്ഞൊരു ടീച്ചറായിരുന്നു, ആളെന്നെ കൊണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിപ്പിച്ചു. എനിക്ക് കിട്ടിയില്ല, ഞാൻ കരഞ്ഞു തുടങ്ങിട്ട്. പിന്നെ വീണ്ടും വാശി വീണ്ടും കയറി. 8th എത്തി, 9th എത്തി. വാശി കയറൽ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ, കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് 10th എത്തിയപ്പം
മെല്ലെ മെല്ലെ കാര്യങ്ങൾ മാറി തുടങ്ങി. ഞാൻ അതിനുവേണ്ടി പരമാവധി എനിക്ക് പറ്റാവുന്ന എഫേർട്സ് എല്ലാം ഇട്ട് തുടങ്ങി. ഈവൻ കാർട്ടൂൺസ് കാണും, അഡ്വർടൈസ്മെന്റ്സ് കാണും. അഡ്വർടൈസ്മെന്റ്സിലൊക്കെ നല്ല അടിപൊളി ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. അപ്പം അഡ്വർടൈസ്മെന്റ്സ് കാണും. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാതും, ഈവൻ നമുക്ക് ഈ ടോൾ ഫ്രീ നമ്പേഴ്സ് ഉണ്ടാവില്ലേ, ടോൾ ഫ്രീ നമ്പേഴ്സിലൊക്കെ ഞാൻ വിളിക്കുമായിരുന്നു. എന്നിട്ട് +1 ഫോർ ഇംഗ്ലീഷ്, +2 ഫോർ മലയാളം, ഓൾവേസ് 1. ഒന്ന് എനിക്ക് ലൈക്ക് അപ്പൊ നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കണേ. ഇന്നത്തെ പോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇല്ല, ഓപ്ഷൻസ് ഇല്ല. അപ്പം ആ ഒരു സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും ഇത് പഠിക്കണം. കാരണം കളിയാക്കിയിട്ടുള്ള കുറെ പേരുണ്ട്. കുറച്ച് മാർക്കിന്റെ കുറവിന്റെ പേരിൽ മാത്രം ലൈക്ക് ഒന്നും ആവാതെ പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ബീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തില് ബേസിക്കലി പിന്നെ പഠിച്ചു തുടങ്ങിയതാണ്. ജോലി കിട്ടി ഏറ്റവും ഫസ്റ്റ് ഞാൻ പ്ലേസ്ഡ് ആയത് HP-യിലായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. അവിടെ നിന്ന് പിന്നെ വീണ്ടും അത് പേർപ്പസ് ആയിരുന്നു. അതായത് ആ ഒരു പേർപ്പസിന് വേണ്ടി, ലാംഗ്വേജ് പഠിക്കാൻ എന്നുള്ള ഒരു പേർപ്പസിന് വേണ്ടി മാത്രം ബാംഗ്ലൂർ എന്നുള്ള സിറ്റി ചൂസ് ചെയ്തായിരുന്നു. അങ്ങനെ മെല്ലെ പിന്നെ പഠിച്ച് ലാംഗ്വേജ് സെറ്റാക്കി. അതായിരുന്നു ഇംഗ്ലീഷ്. അങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് പഠിച്ച് വന്നതും. പിന്നെ ആ സ്ട്രഗിളില്ലേ, അതായത് ഒരു ബാക്ക് ബെഞ്ചർ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ പഠിച്ച ആ ഒരു സംഭവം എനിക്കത് ഒരുപാട് പേർക്ക് കൊടുക്കണം എന്ന് തോന്നി. കാരണം ഞാൻ ഒരു തവണ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ തൊട്ട് ബാക്കിൽ ഇരുന്നായിരുന്ന ഒരാള്, ഓക്കെ, ആള് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നേരത്ത് ആള് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആരെ വിളിച്ചിട്ട് എനിക്കറിയില്ല. ആൾക്ക് ഒരു കൺട്രിയിലോട്ട് പോകണം, പക്ഷെ ഇംഗ്ലീഷ് അറിയില്ല. നല്ല പാക്കേജ് ഉണ്ട്, 5 lakhs അടുത്ത് പാക്കേജ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. ഞാൻ ആളുടെ അടുത്ത് പോയി സംസാരിച്ചു. സോ അങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള, സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു. അപ്പം ഇതൊക്കെ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യമുണ്ട്. കാരണം ഞാൻ സ്ട്രഗിൾ ചെയ്ത് പഠിച്ചതാണ്. ആ ഏറ്റവും മടിയനായിരുന്നു സാധാരണ. ബാക്ക് ബെഞ്ചർ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കാലോ. അപ്പോൾ നമ്മളൊക്കെ സാധാരണ ഇങ്ങനെ ഈ മിഡിൽ ക്ലാസ് പ്ലസ് ഒരു ബാക്ക് ബെഞ്ചർ എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രീംലി ഡിഫറെന്റ് കോംബോ ആണ്. പഠിക്കാനും മടിയാണ്, എല്ലാവരും ബേസിക്കലി ഒരു സ്ലോ ആണ് അങ്ങനെയുള്ള ആൾക്കാർ. സോ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആളെ കണ്ടപ്പം എനിക്ക് എവിടെയൊക്കെ എന്നെ തന്നെ ഓർമ്മ വന്നു. ഞാൻ ആളെ ഹെൽപ്പ് ഔട്ട് ചെയ്തു. ദെൻ അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേർക്കും ഒരു ലൈറ്റ് ആവാൻ ഇംഗ്ലീഷിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലായി തുടങ്ങിയില്ലേ, ലൈക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ട് ഒരു അക്കാഡമി? അതെ, അക്കാഡമി എന്നുള്ള രീതിക്ക് അതിന് മുന്നും എപ്പോഴൊക്കെയോ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ട്യൂഷൻസ് എടുത്താലും മതിയായിരുന്നു. എനിക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെങ്ങനെങ്കിലും കുറച്ചുപേരെ ഹെൽപ്പ് ഔട്ട് ചെയ്യണം. ഇപ്പൊ പണ്ട് ഞാൻ 4th പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു സീനിയറിനായിരുന്നു അഖിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആള് പറയാറുണ്ടായിരുന്നു ആൾക്ക് ഇംഗ്ലീഷാണ് ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്ട് എന്നുള്ളത്. പക്ഷെ എനിക്ക് ഒന്നും അറിയില്ലെങ്കിലും ഇംഗ്ലീഷ് എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അതിനുള്ള എഫേർട്സ് ഉണ്ട്, പഠിക്കാനുള്ള എഫേർട്സ് എന്നും ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ സർ, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 സ്റ്റാഫ്മാരും 160 സ്റ്റുഡൻസും ആണ് ഇനിഷ്യൽ സ്റ്റെപ്പിൽ ഒരു 3 months വേണ്ടിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോ ഇംഗ്ലിഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം 10,000+ സ്റ്റുഡൻസ് ഉണ്ട്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഗ്രോത്തിലേക്ക് എത്തിയത്? സോ ഇംഗ്ലിഗേറ്റിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ 10,000 സ്റ്റുഡൻസും അവരുടെ ഫാമിലീസും ആണ്. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഫാമിലീസ് ആണ്. ഇപ്പം കാരണം നമുക്ക് സാധാരണ മക്കളുടെ സക്സസ് കാണുന്ന പേരൻസ് എന്ന് പറയുന്നത് അവരുടെ അത്രയും സന്തോഷം വേറെ ഒന്നിനും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ ഞങ്ങൾ ഇംഗ്ലിഗേറ്റിൽ കൂടെ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു വളർച്ച എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സും അവരോടൊപ്പം തന്നെ നമ്മളും വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയാനില്ല. അവരും വളർന്നു, അതിനൊപ്പം തന്നെ നമ്മളും വളർന്നു പോകുന്നു. അതേപോലെ തന്നെ അധികം മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒന്നും ഇംഗ്ലിഗേറ്റിന് ചെയ്തിട്ടില്ല. എന്നിട്ടും ഇത്രയും ഒരു ഗ്രോത്തിൽ എത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ അതിനെ കുറിച്ചിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? വേറെ ഒന്നുമല്ല, കൺസിസ്റ്റൻസി ആൻഡ് ക്വാളിറ്റി, ഇത്രേ ഉള്ളൂ. ക്വാളിറ്റി സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം, അത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ. ഇപ്പൊ സാധാരണ രീതിക്ക് നമ്മൾ കാണാറുണ്ട്, ഏതൊരു സ്ഥാപനം തുടങ്ങുമ്പോഴും ആദ്യമൊക്കെ ഭയങ്കര ക്വാളിറ്റിയിൽ കൊടുക്കും, പിന്നീട് ആ ക്വാളിറ്റി എവിടേക്കോ പോകും. പക്ഷെ നമ്മളിപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു ഇത്രയും വർഷങ്ങൾക്കിടയിലും സ്റ്റാർട്ട് ചെയ്ത് അന്ന് നമ്മൾ കൊടുത്താറുന്ന അതേ ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്നത് 1-to-1 ട്രെയിനിങ് ആണ്. നമുക്ക് സ്റ്റുഡൻസ് ഗ്രൂപ്പ് ക്ലാസ്സസ് ചോദിക്കുന്നവർക്ക് മാത്രമേ നമ്മൾ ഗ്രൂപ്പ് ക്ലാസ്സസ് കൊടുക്കുന്നുള്ളൂ, അല്ലാത്തവർക്ക് എല്ലാവർക്കും 1-to-1 ട്രെയിനിങ് മാത്രമേ ഉള്ളൂ.
ഇൻഗ്ലിഗേറ്റിന്റെ ഗ്രോത്ത് ഓർഗാനിക് ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് കുറേ മാർക്കറ്റിംഗ് ചെയ്ത് ഇപ്പം ആരെങ്കിലും വെച്ച് അഡ്വർടൈസ്മെന്റ് ചെയ്ത് പോസിബിൾ ആണ്. പക്ഷെ അതിലും ഒരു വലിയ ചലഞ്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ഫ്ലോ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എങ്ങനെ പോയാലും നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തു, ആഡ്സ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻസ് എന്തായാലും വരും. അത് നോ മാറ്റർ വാട്ട് സാധാരണ രീതിക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാണ്ടും നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല സർവീസസ് കൊടുത്ത് ഇവരൊക്കെ നന്നായി പഠിപ്പിച്ചു വിട്ട് ഇവരുടെ സന്തോഷം കാരണം ബാക്കിയുള്ളവരും കൂടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുമ്പം അത് ഓർഗാനിക് ആണ് ഇതിന്റെ ഗ്രോത്ത്. എനിക്കിതുവരെയും അഡ്വർടൈസ്മെന്റിന് വേണ്ടി അങ്ങനെ ഒന്നും ചെലവാക്കേണ്ടി വന്നിട്ടില്ല. ഞാനത് ചെയ്യാനുള്ള ആഗ്രഹവും എന്തായാലും നിയർ ഫ്യൂച്ചറിലൊന്നും ഇല്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടൊക്കെ നല്ല രീതിക്ക് ഇപ്പം ഈ 10,000 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞതും ഞാൻ 10 പൈസ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവാക്കാതെ എനിക്ക് വന്നിട്ടുള്ളതാണ്. ലോകത്തെ ഏറ്റവും നല്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ്. കാരണം ഇപ്പം നമുക്കായി കഴിഞ്ഞാലും ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാലാളുടെ അടുത്ത് പറയും അവിടെ തന്നെ പൊക്കോ, അവിടെ നല്ല ഭക്ഷണം കിട്ടുന്നുള്ളത്. അത് തന്നെയാണ്, അതേ സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. സർ, അങ്ങനെയാണെങ്കിൽ എന്താ പറയാ, സ്റ്റുഡൻസിന്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യുന്നത്? സ്റ്റുഡൻസിന്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല. ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും സത്യസന്ധമായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ നമ്മളുടെയും കൂടെ സ്വപ്നങ്ങളാണെന്നുള്ളൊരു ബിലീഫിൽ നമ്മൾ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുമ്പം ഒബ്വിയസ്ലി അവരുടെ ട്രസ്റ്റ് ഫോം ആവുന്നുണ്ട്. ആ ട്രസ്റ്റ് നമുക്കുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലും കൂടെ അവർ പഠിക്കുന്നുണ്ട്. സോ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്സാവാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ബാക്കിയുള്ളവർക്കും കൂടെ വരുന്നുണ്ട്. അവരുടെ ഫാമിലീസ് ഉണ്ട്, പലപ്പോഴും സ്റ്റുഡൻസും അതുപോലെ തന്നെ അവരുടെ ഫാമിലീസും അമ്മമാരൊക്കെ പല ആൾക്കാരുടെയും പല കുട്ടികളുടെ അമ്മമാരുടെ അടുത്ത് പോയി പറയാറുണ്ട്, ഓക്കെ എൻ്റെ മോൻ ഇവിടെ പഠിച്ചത് അപ്പോൾ അവിടേക്ക് വിട്ടോ എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള എൻക്വയറീസ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതും. പറഞ്ഞ പോലെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി, ഓട്ടോമാറ്റിക്കലി തന്നെ വന്ന കാര്യമായിരുന്നു ട്രസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അതായത് ക്വാളിറ്റി ആയിട്ട് നമ്മൾ എന്താ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക, അവരെ ഒന്ന് കൺസിഡർ ചെയ്യുക, അവരെ കൊണ്ട് പറ്റും എന്ന് നമുക്ക് തോന്നിക്കുക, ചെയ്ത് കഴിഞ്ഞാൽ സർ ഇൻഗ്ലിഗേറ്റിനെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്താണ് വ്യത്യസ്തമാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കോർ ഫാക്ടർ? ഒരുപാട് ലാംഗ്വേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഇൻഗ്ലിഗേറ്റിന് എന്താണ് ഡിഫറൻസ് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോർ ഫാക്ടർ എന്താണ്? ഇപ്പം നീന്താൻ പഠിക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മള് കരയിൽ നിന്നിട്ട് ഇതൊക്കെയാണ് ഇങ്ങനെ കൈയിട്ടടിച്ചാൽ മതി, കാലിട്ടൊപ്പം തന്നെ അടിച്ചു കഴിഞ്ഞാൽ നീന്താൻ പറ്റും എന്നുള്ളൊരു തിയറി ക്ലാസ് കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നീന്താൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ്, അതായത് നമ്മളൊരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം എന്ത് കാര്യത്തിനും. ഇപ്പൊ പഠിക്കാനാണെങ്കിലും ഒരു നല്ല എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള വലിയ കാര്യമാണ്. പല അക്കാഡമീസും അതിലല്ല ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ഫോക്കസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കുക, അതായത് പല അക്കാഡമീസും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂൺ ഫീഡ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ സ്പൂൺ ഫീഡ് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസിന് അവിടെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പോവുക ചെയ്യുന്നത്. അവർക്ക് ആഗ്രഹം എൻജോയ് ചെയ്ത് പഠിക്കാനാണ്. അവർ ചെയ്യുന്ന എന്ത് പ്രോസസ്സ് ആയിക്കോട്ടെ അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ നമ്മൾ ആരെയല്ല ആഗ്രഹിക്കുക അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സ് സ്മൂത്ത് ആക്കണം എന്ന് വെച്ചാൽ ഇപ്പം എനിക്കായി കഴിഞ്ഞാലും പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. ആദ്യത്തെ 2 ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു പുതിയ ഫോൺ വാങ്ങുന്ന പോലെ, ഇപ്പം ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 4 ദിവസമൊക്കെ അത് പൊന്നു പോലെ നമ്മൾ കൊണ്ടുനടക്കും. 5-ാമത്തെ ദിവസം തൊട്ട് അത് ചിലപ്പോൾ നമ്മൾ ബെഡിലെറിയും, നമ്മൾ അവിടെ ഇവിടെയും വെക്കും, പിന്നെ ഈ ഒരു സൂക്ഷ്മത ഒന്നും കാണാറില്ല. അതുപോലെ തന്നെയാണ് ഇൻട്രസ്റ്റുകൾ കുറച്ച് കഴിഞ്ഞാൽ കുറയും. അത് കുറയാതെ കൺസിസ്റ്റന്റ് ആക്കി കൊണ്ടു നടക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഇപ്പം നമ്മുടെ ട്രെയിനേഴ്സ് അതിന് ട്രെയിൻഡ് ആണ്. സ്റ്റുഡൻസിന് ഏറ്റവും ഫസ്റ്റ് വരുമ്പോൾ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ടിൽ ദ എൻഡ് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രെയിനേഴ്സ് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പല അക്കാഡമീസും അത് ചെയ്യുന്നില്ല. അപ്പം നമ്മളുടെ ഒപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പല അക്കാഡമീസും ഇപ്പം ഇല്ല. അതിനുള്ള ഒരുപാട് വിഷമത്തോടെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് പേരുടെ ജീവിതവും സ്വപ്നങ്ങളുമാണ് അതിൽ കൂടെ ഇല്ലാതാവുന്നത്. പക്ഷെ അത് ഈ ഒരു കാര്യം ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. അവരുടെ ട്രെയിനിങ് മെത്തഡോളജി പ്രോപ്പർ അല്ല. പക്ഷെ ഞാൻ ഒരു ട്രെയിനർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ട്രെയിനിങ്ങിന്റെ ഒപ്പം തന്നെ എൻ്റെ ബിസിനസിന്റെ വിഷനും ഡിഫറെന്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും നല്ല രീതിക്ക് ബിസിനസ് ചെയ്താൽ മാത്രമേ ബിസിനസ്സിന് സസ്റ്റൈനബിലിറ്റി ഉള്ളൂ. ഒരിക്കലും ബിസിനസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നാളെ അവസാനിക്കേണ്ട ഒരു കാര്യമല്ല. ബിസിനസ് കാലാകാലം ഇപ്പം ഞാൻ ഇല്ലെങ്കിലും എൻ്റെ ഒരു
100 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാലും നാളെ ഒരുപാട് വർഷങ്ങൾ നിലനിന്ന് പോകേണ്ട ഒരു കാര്യമാണ് ബിസിനസ്. അപ്പം അത് അതിന്റെ ഏറ്റവും ഭംഗിയിൽ കൊണ്ടു നടക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മിഷനും ഒരു വിഷനും വേണം. അപ്പം നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെ മെത്തഡോളജി ആൻഡ് ദെൻ ക്വാളിറ്റി. കോഴ്സ് ക്വാളിറ്റി അതെല്ലാ രീതിക്കും അതിൻ്റെ ക്വാളിറ്റി ഏറ്റവും ഭംഗിയിൽ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അത് നല്ല പ്ലേറ്റിൽ വിളമ്പുന്നതും അത് ഏറ്റവും നല്ല രീതിക്ക് സെർവ് ചെയ്യുന്നതും. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ക്ലാസ്സസും ഏറ്റവും നല്ല രീതിക്ക് അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഓരോ സ്റ്റുഡൻസിനും പറ്റുന്ന രീതിക്ക്. ഇപ്പം ഒരു ബിഗിനർക്ക് ഒരിക്കലും അഡ്വാൻസ് ലെവലിലുള്ള ഒരു കാര്യം കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് നടത്തുന്നത്. എംപത്തറ്റിക് ആവണം പലപ്പോഴും ബിസിനസ്മാനും. ഒരു അപ്രോച്ച് ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. സർ, അതുപോലെ തന്നെ ഇപ്പം സ്റ്റുഡൻസ് ആണെങ്കിലും സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്നവരുണ്ടായിരിക്കും, അതുപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും. ഇവർക്കൊക്കെ എങ്ങനെയാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവരുടെ ഒരു കംഫർട്ട് സോൺ അനുസരിച്ചായിരിക്കുമോ, അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരിക്കും ആ സ്ട്രക്ചർ വരുന്നത്? സോ ഇംഗ്ലിഗേറ്റിൽ നമുക്ക് റൗണ്ട് ദ ക്ലോക്ക് ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പം രാവിലെ ആയി കഴിഞ്ഞാലും രാത്രി ആയി കഴിഞ്ഞാലും ഇപ്പം രാത്രി 2 മണിക്കും 3 മണിക്കും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസ് മാത്രമല്ല, ഇന്ത്യയിൽ നമുക്ക് കൂടുതലും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മാത്രമേ സ്റ്റുഡൻസ് ഉള്ളൂ, വേറെ എവിടെ നിന്ന് അങ്ങനെ വരാറില്ല. പക്ഷെ പുറത്തുനിന്ന് നമുക്ക് UK, കാനഡ, ജർമ്മനി, സിംഗപ്പൂർ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പോൾ അവർ ഇപ്പോൾ ജർമ്മൻ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ജർമ്മൻ A1 ഏറ്റവും പഠിച്ചിട്ട് പോയവരായിരിക്കും. അവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഫർദർ ആയിട്ടുള്ള ലാംഗ്വേജ് റിക്വയർമെന്റ് വരും. അപ്പം ആ സമയത്ത് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് നല്ലൊരു അക്കാഡമി ഏതെന്ന് അന്വേഷിക്കുമ്പോൾ പലപ്പോഴും ഇംഗ്ലീഷിന്റെ പേര് അവിടെ വരാറുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് പുറമേ നിന്നുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ പ്രൊഫഷണൽസ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് എംപ്ലോയീസ്, അഡ്വക്കേറ്റ്സ്, ഡോക്ടേഴ്സ്. ഞാൻ പോയിറ്റി ട്രെയിനർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഡോക്ടേഴ്സ് സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ റെഫറൻസിൽ വീണ്ടും 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 ഒരുപാട് സ്റ്റുഡൻസ് വരാറുണ്ട്. നഴ്സസിനും OIT എടുത്തിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് പ്രൊഫഷണൽസും. ഇപ്പം അഡ്വക്കേറ്റ്സ് ആയി കഴിഞ്ഞാലും റീസെന്റ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബാങ്കിലെ ഒരു ബാങ്ക് മാനേജർ നമ്മുടെ സ്റ്റുഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വരുന്ന സമയത്ത് ആൾ ഒരൊറ്റ കൺസേണേ പറഞ്ഞിട്ടുള്ളൂ, ആൾക്ക് HNI ക്ലയൻസിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ്. അപ്പം അവരുടെ ഒരു പ്രൊഫൈൽ വെച്ചിട്ടുള്ള രീതിക്കുള്ള ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു ആളുടെ ഏറ്റവും വലിയ കൺസേൺ. അപ്പോൾ ആൾ ഏകദേശം ഒരു 4 മാസത്തോളം ഇവിടെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 മാസം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ആൾ ഇൻസെൻറ്റീവായിട്ട് മാത്രം വാങ്ങുന്നത് ഏകദേശം 1-1.25 ലക്ഷം രൂപയാണ് ഓരോ മാസവും. അപ്പൊ ആകെ കൂടെ ആള് പഠിക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള ഇത്ര നിസ്സാര എമൗണ്ടിനെക്കാട്ട് എത്രയോ വലുതാണ് ഓരോ പ്രാവശ്യം കിട്ടുന്ന ആളുടെ ഇൻസെന്റീവ്സും മാത്രം നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ചെറുതല്ല. ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ പലപ്പോഴും ഒരു എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് നമുക്ക് അവിടെ ഒരു വിജയം ഇല്ലാതായി പോകുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ ഏറ്റവും നന്നായിട്ട് സ്നേഹിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇപ്പം ജോലി കഴിഞ്ഞ് വരുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ടയർഡായിരിക്കും. അപ്പോൾ ഈ ടയർഡ് ആയിട്ടുള്ളവരെ ബോറടിപ്പിക്കാത്ത രീതിക്ക് അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിക്ക് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രിയാണ് ഒരാൾ അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് ഉറക്കം വരും. അപ്പം ഉറക്കം വരാത്ത രീതിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പം അങ്ങനെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് അവരുടെ സമയം അനുസരിച്ച് ഫ്ലെക്സിബിൾ ആണ്, ടോട്ടലി ഫ്ലെക്സിബിൾ ആണ്. നമ്മളെ ട്രെയിനേഴ്സിന് കൂടി സമയം നോക്കും, എന്നിട്ടും രണ്ടുപേരുടെയും ടൈം അനുസരിച്ചിട്ട് നമ്മളത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സമയം ഡിസൈഡ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാറാണ് പതിവ് സ്റ്റുഡൻസ്. അതുപോലെ തന്നെ ഇപ്പൊ എക്സാം പാസ്സാവാൻ വേണ്ടി മാത്രം വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ചില സ്റ്റുഡൻസ് അങ്ങനെയാണ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടാവും, അതിനുശേഷം ഉണ്ടാവില്ല. അപ്പം എൻഗേജിൽ വരുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം ലൈഫിലും കമ്മ്യൂണിക്കേഷൻ കോൺഫിഡൻസ് ഒക്കെ അവർക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഓഫ് കോഴ്സ്. അതായത് എക്സാം പാസ്സാവുക എന്നുള്ളൊരു മോട്ടീവിൽ മാത്രം വരുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ IELTS ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IELTSന് വേണ്ടി മാത്രമല്ല അവർ പ്രിപ്പയർ ചെയ്യിക്കാം. അൾട്ടിമേറ്റ്ലി IELTS, OET, PT, ജർമ്മൻ, സ്പാനിഷ് ഇതൊക്കെ വരുന്നത് ലാംഗ്വേജ് ടെസ്റ്റുകളാണ്. ഓക്കെ, സോ അതിൻ്റെ ഒരു പാറ്റേണിൽ മാത്രം നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തിനാണ് ഇവർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? ഇപ്പം ഇവിടെ ജസ്റ്റ് ഒരു പാസ് മാർക്ക് വാങ്ങിച്ച് പോവുക അല്ലെങ്കിൽ ഒരു ഗ്രേഡ് വാങ്ങിച്ച് പോവുക എന്നുള്ളതല്ല. അവിടെ പോയാൽ എത്രത്തോളം അവർക്ക്
ഈ ലാംഗ്വേജ് ഇപ്പം അവർക്ക് ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ജർമ്മനി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ജർമ്മനിൽ സംസാരിക്കാൻ പറ്റണം, ജർമ്മൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റണം, അതിൽ എഴുതാനും വായിക്കാനും പറ്റണം. കാരണം അവിടെയുള്ള എല്ലാവരും സംസാരിക്കുന്നത് ജർമ്മനിലാണ്, അവിടെയുള്ള എല്ലാവരും സംസാരിക്കുന്നത് ജർമ്മനിലാണ് അല്ലെ. അപ്പോൾ ആ ഒരു കോംപ്രഹെൻഷൻ ഏറ്റവും ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. അപ്പം ആ ഒബ്ജക്റ്റീവിനോട് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഓട്ടോമാറ്റിക്കലി ഇതങ്ങ് പഠിക്കും, നന്നായിട്ട് ലാംഗ്വേജ് പഠിക്കുമ്പം ഇവർക്ക് എക്സാം എളുപ്പമാവും. അങ്ങനെ ഒരു മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് ഇങ്ങനെ വരുമ്പം. ഓക്കെ, നേരത്തെ ചോദിച്ച പോലെ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം പഠിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ലിമിറ്റ് ചെയ്തു പോകും. പക്ഷെ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷിൽ ഒരാൾ പഠിക്കാൻ വരുമ്പം അതിനുശേഷവും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, നല്ല രീതിക്ക് പോസിബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യം അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പം ഇംഗ്ലീഷിൽ ഫീഡ്ബാക്ക് തരുമ്പോഴായി കഴിഞ്ഞാലും പറയാറുണ്ട്. ഓരോ സ്റ്റുഡൻസിനും നമ്മൾ ഓരോ HR വെച്ചിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടി മാത്രം ഒരു HR ഉണ്ട്. അവരെല്ലാ വീക്കിലും വിളിക്കും, അവരുടെ ക്ലാസ് എങ്ങനെയും ചോദിക്കും, വീക്ക്ലി ഫോളോ അപ്സ്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇംഗ്ലീഷിൽ. അത് എന്താ അതിന്റെ റിപ്പോർട്ട് എടുത്തിട്ട് അതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തെങ്കിലും നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതും ചെയ്ത് കൊടുക്കാറുണ്ട്. സർ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സിൽ സ്റ്റുഡൻസ് ഫെയിൽ ആവുന്ന ആൾക്കാരുണ്ടല്ലോ, എന്നിട്ട് ഇംഗ്ലീഷിൽ വന്നിട്ട് ഇന്റർനാഷണൽ എക്സാംസ് ക്ലിയർ ചെയ്ത് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, അങ്ങനെയുള്ള സ്റ്റുഡൻസിന്റെ ആ ഒരു മൊമെന്റ്? ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം, ഇംഗ്ലീഷ് മാത്രമല്ല കേട്ടോ, ഏത് അക്കാഡമി കഴിഞ്ഞാലും അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചലഞ്ചാണിത്. ഇപ്പൊ ചോദിച്ച ചോദ്യം, അതായത് നമ്മളിപ്പോഴും അവരുടെ സ്വപ്നങ്ങളാണ് നമ്മളുടെ കയ്യിൽ അവർ തരുന്നത്. അപ്പം ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള ആ ഒരു യാത്ര ഏറ്റവും സിംപ്ലിഫൈഡ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം. അപ്പം എനിക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ എന്നെ വിശ്വസിച്ചൊരു കാര്യം ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ 100% കൊടുത്തില്ലെങ്കിൽ ഉറക്കം പോലും വരില്ല. കാരണം അവർ ഇത്രയും പൈസ ഇതിനു വേണ്ടി ചെലവാക്കുന്നുണ്ട്. ഇപ്പം കോഴ്സിന്റെ ഫീ മാത്രമല്ല, എക്സാം ഫീ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ബേർഡനും കൂടെ അവർക്കുണ്ട്. അപ്പൊ എക്സാം ഫീയും കൂടെ കൊടുക്കുമ്പം ഒരു വലിയൊരു എമൗണ്ട് ആണ് പലപ്പോഴും സ്റ്റുഡൻസിന് ഒരു സമയം അറ്റ് എ ടൈം അവർക്ക് ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും നല്ലൊരു ട്രെയിനിങ് അവരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രൊവൈഡ് ചെയ്യണം. ഓരോ സ്റ്റുഡൻസിനും അവരുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും കോംപ്രഹെൻഷനും എല്ലാം വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന പോലെ ആയിരിക്കില്ല വേറെ ആൾ മനസ്സിലാക്കുന്നത്, അവരെ പോലെ തന്നെ ആയിരിക്കില്ല വേറെ ആൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ അത് വളരെ വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ച് അവരെ മനസ്സിലാക്കി അതിനുള്ളൊരു ക്ലാസ് കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ചാണ്. പിന്നെ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് കഴിഞ്ഞു വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ മനസ്സുകൊണ്ട് അത്രയും ചടച്ച് അത്രയും പറ്റില്ല എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിലായിരിക്കും പലപ്പോഴും നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ആ സിറ്റുവേഷനിൽ നിന്ന് അവരെ തിരിച്ചാദ്യം കൊണ്ടുവരണം, അവർക്ക് ആ കോൺഫിഡൻസ് കൊടുക്കണം. ആ കോൺഫിഡൻസ് എന്ന് വേണം പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ, ബാക്കി എല്ലാം ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പോൾ ആ കോൺഫിഡൻസ് ആദ്യം നമ്മൾ കൊടുത്ത് അവർക്ക് എന്തൊക്കെയാണ് ഇനി അവർ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്ത് ദെൻ നമ്മളൊരു ക്ലാസ് എന്നുള്ള രീതിക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യാറുള്ളത്. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആണ് പാസ്സാവാൻ വേണ്ടിയിട്ട്. പാസ്സാവുന്നതുകൊണ്ട് ഒരു ഉറപ്പാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. പിന്നെ പഠിച്ചു വരുമ്പോൾ അവർക്ക് മനസ്സിലാവാറുണ്ട് ഇവർ പഠിച്ചെന്തായാലും പാസ്സാവും എന്നുള്ളത്. അത് നമ്മളുടെ ട്രെയിനേഴ്സ് അതിന് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിനവരെ ചെറിയ അപ്രിസിയേഷൻ ഒന്നും കൊടുത്താൽ പോരാ. കാരണം രാവിലെയും പകലും ഒക്കെ അത്രയും എഫേർട്ട് എടുത്ത് ഇപ്പൊ രാത്രി 3 മണിക്കടക്കം ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പം അതിനൊക്കെ അവര് റെഡിയാവുന്നത് ഒരാളുടെ സ്വപ്നം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് അവരുടെയും കൂടെ സ്വപ്നമായിട്ട് അവർ കാണുന്നത് കൊണ്ടാണ്. അപ്പം ഈ ട്രെയിനേഴ്സ്, ഇങ്ങനെയുള്ള ട്രെയിനേഴ്സ് ഇല്ലെങ്കിലും ചലഞ്ചാണ്, അത് ഒരു വലിയ ചലഞ്ചാണ്. ഇപ്പം ഇംഗ്ലീഷ് ഇപ്പൊ നല്ലൊരു ഗ്രോത്തില് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ഇനിഷ്യലിൽ നിന്ന് ഇപ്പൊ കറണ്ട് വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാറിന് എന്തൊക്കെ പേഴ്സണലി എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്? ഇംഗ്ലീഷിന്റെ ഓരോ ഗ്രോത്ത് എന്ന് പറയുന്നത് എൻഡിങ് ഗ്രോത്ത് ആണ്. ഇംഗ്ലീഷിന് വേണ്ടി മാത്രം ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നല്ല ക്ലയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓഫ്ലൈൻ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് കോർപ്പറേറ്റ് ട്രെയിനിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ കമ്പനീസിന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴും ഇപ്പം ഒരുപാട് അക്കാഡമീസ്, അതായത് പല പല കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന, ഇപ്പം സിഗ്മ മെഡിക്കൽ കോഡിംഗ് അക്കാഡമി ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്
ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്, സോഫ്റ്റ് സ്കിൽസിൻ്റെ, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസിൻ്റെ. അപ്പം അങ്ങനെയുള്ള കോർപ്പറേറ്റ് ട്രെയിനിങ്സും കൂടെ നമ്മൾ ഇൻക്ലിഗേറ്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ബെനഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ ഓരോരുത്തരെ അപ്രോച്ച് ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ ഇഗ്നസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഷുവർ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുള്ള അക്കാഡമി ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ ക്ലയൻസ് ആണ്. സോ നമ്മൾ ഇവരൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ ബന്ധങ്ങൾ കിട്ടുന്നുണ്ട്, അതിൽ കൂടെ നമുക്കൊരു വളർച്ച ഉണ്ടാവുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ ചാലഞ്ചസ് വരുമ്പം അതിനൊക്കെ നമ്മൾ കാണാനും ഫേസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പ്രാപ്തി നമുക്ക് വരുന്നുണ്ട്. ഓരോ ചാലഞ്ചസിനും തുടക്കത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒരു ചെറിയൊരു സ്റ്റുഡൻറ്റിൻ്റെ ചെറിയൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പോലും തുടക്കത്തിലൊക്കെ നമ്മൾക്കും ഉണ്ടായിരുന്നു. നമ്മൾ ബേബി സ്റ്റെപ്സ് എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്കും നെഗറ്റീവ് ഫീഡ്ബാക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏറ്റവും തുടക്കത്തിലുള്ള ദിവസങ്ങളിൽ. അപ്പം അതൊക്കെ മറികടന്ന് മുന്നോട്ട് വന്നത് ഒരു വലിയ ഒരു അച്ചീവ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഓരോ പാഠങ്ങളായിരുന്നു ഓരോന്നും. അപ്പം ഇതൊക്കെ എൻ്റെ കരിയറിനെയും എൻ്റെ ലൈഫിനും എൻ്റെ പേഴ്സണാലിറ്റീനെയും എനിക്ക് ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം എനിക്ക് ഗ്രോത്ത് തരുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഇൻക്ലിഗേറ്റിലും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരുമിച്ചാണ് വളരാറുള്ളത്. ഇപ്പം ഞാനും ഇൻക്ലിഗേറ്റും മാത്രമല്ല, എൻ്റെ ഒരു വലിയ ടീമുണ്ട് എനിക്ക്. അവരാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അവരും എൻ്റെ ഒപ്പം തന്നെ വളരുന്നുണ്ട്, അവരുടെ ഫാമിലീസ് വളരുന്നുണ്ട്. ഏറ്റവും നല്ല രീതിക്ക് നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് പലപ്പോഴും. അതൊക്കെ വളരെ വളരെ എനിക്ക് പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. സർ, ഇൻക്ലിഗേറ്റിൽ ആദ്യം എത്ര കോഴ്സസ് ഉണ്ടായിരുന്നു? ഇപ്പോൾ എത്ര കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം IELTS, OET, സ്പോക്കൺ ആൻഡ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ്, ഇത്തരം കോഴ്സസ് ആണ് നമ്മൾ മേജർലി ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നീട് നമുക്ക് എൻക്വയറീസ് വന്നു തുടങ്ങി PTEക്ക്. അപ്പോൾ നമ്മൾ PTE പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ദെൻ ജർമ്മൻ, സ്പാനിഷ്, ഫ്രഞ്ച്, UKVI, TOEFL, അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ആൻഡ് ഡ്യുവലിംഗോ. അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് തന്നെ നമ്മൾ ലൈക്ക് ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള ഇംഗ്ലീഷും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ കോർപ്പറേറ്റ് ട്രെയിനിങ് പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് കോർപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരുപാട് അക്കാഡമീസ് ഉണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അവരൊക്കെയായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കോർപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കോർപ്പറേറ്റ്സിലെ എംപ്ലോയീസിൻ്റെ വെൽഫെയറിനുള്ള രീതിക്കുള്ള, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും രീതിക്ക് അവരുടെ വർക്ക് സ്മൂത്തായിട്ട് ലൈക്ക് മെന്റലി ഉള്ള പ്രോബ്ലംസ് വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ട്രെയിനിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കോഴ്സസ് നമ്മളിപ്പം കൊടുത്തു വരുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടെ കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും വെരി ഫസ്റ്റ് ആ 3 കോഴ്സുകളായിരുന്നു. അതെ അതെ അതെ. അപ്പൊ സർ, ഇൻക്ലിഗേറ്റിന്റെ സ്റ്റുഡൻസിനായിട്ട് എന്തെങ്കിലും ന്യൂ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരുന്നുണ്ടോ? ഒരുപാട് പ്ലാൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ കോഴ്സസ് എല്ലാതും പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സ്റ്റുഡൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് വന്നു തുടങ്ങി. ആദ്യത്തെ ഒരു 3 മാസത്തിൽ തന്നെ ഒരു 160-200 സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ നമ്മൾ ക്രോസ് ചെയ്തു. പിന്നീട് അങ്ങനെ നമുക്ക് ഇതുവരെയും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും എവിടെ എത്തിയിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോഴും ഉള്ളത്. എത്രയൊക്കെ ആയിക്കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ, ഇപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് എൻ്റെ ഫസ്റ്റ് ചൈൽഡാണ് എൻ്റെ ബിസിനസ്. ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം എൻ്റെ ബിസിനസ്സിന് മോശം വരുന്നൊന്നും ഞാൻ ചെയ്യില്ല. അത്രയും സ്നേഹമാണ് എനിക്ക് എൻ്റെ ബിസിനസ്സിൻ്റെ അടുത്ത്. സോ നമ്മളുടെ മക്കളുടെ ഫ്യൂച്ചർ നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ ഞാൻ എൻ്റെ ബിസിനസ്സിന്റെ ഫ്യൂച്ചറും സ്വപ്നം കാണുന്നുണ്ട്. അപ്പം അതിൽ ഏറ്റവും വലിയൊരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് വേൾഡ് വൈഡ് ഒരു ലാംഗ്വേജ് ലേണിംഗ് സിറ്റി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഹോംവർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലാൻസും ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം നമുക്ക് UK നമ്മളൊരു പ്രസൻസ് ഉണ്ട്. കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് UK നമ്മുടെ പ്രസൻസ് ഉണ്ട്. പക്ഷേ അതിന് മാത്രം ഒതുങ്ങി നിൽക്കാനുള്ളൊരു പ്ലാനോ ആഗ്രഹമില്ല. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലോട്ട് ഇനിയും വളരാനുണ്ട്. ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ജീവിതം ഇനിയും നന്നാക്കി കൊടുക്കാനുണ്ട്. ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്ക് ഇനിയും ചിറക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് തോന്നും. ഓക്കെ സർ, ഇൻക്ലിഗേറ്റ് ഇപ്പം ഇത്രയും ഒരു സക്സസ്സിൽ നിൽക്കുകയാണ്. അപ്പം എന്തായാലും ഇൻവെസ്റ്റേഴ്സ് ഒക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവണമല്ലോ? കോഴ്സ് ഉണ്ട്. ഒരുപാട് പേരെ അപ്രോച്ച് ചെയ്തിരുന്നു. കാരണം നമ്മളുടെ ഗ്രോത്ത്, ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്നായിരുന്നു നമുക്കൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നത്. ഞാൻ പോലും സ്വപ്നം കാണാത്തൊരു ഗ്രോത്ത് എനിക്കുണ്ടായി, എൻ്റെ സ്ഥാപനത്തിനുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരുപാട് പേരെ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ഫസ്റ്റത്തെ ചൈൽഡായിരുന്നു ഇൻക്ലിഗേറ്റ്. നമ്മളുടെ ചൈൽഡിൻ്റെ
അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൊച്ചിന്റെ ഓണർഷിപ്പ് നമ്മൾ വേറെ ആർക്കും കൊടുക്കൂല, അതിനെ കൊടുക്കാൻ ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെയാണ് ഇൻഗ്ലിഗേറ്റിന്റെ കാര്യത്തിലും. ഒരു ആളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഓണർഷിപ്പും കൂടെ വരുന്നുണ്ട് അതില്. അവർക്കും ഇതിന്റെ തീരുമാനങ്ങളിൽ പങ്കുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. കാരണം നമുക്കൊരു മിഷൻ ഉണ്ടായിരുന്നു, വിഷൻ ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ആ മിഷനും വിഷനും എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് പലപ്പോഴും ഉണ്ടാവാറില്ല. ഒരു പാർട്ട്ണർ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ ഒപ്പീനിയൻസ് നമ്മൾ പലപ്പോഴും നമ്മളുടെ തീരുമാനങ്ങൾ നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ മിഷനോടും വിഷനോടും ഏറ്റവും ചേർന്ന് പോകുന്ന കാര്യങ്ങൾ പോലും നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് പലപ്പോഴും പല ബിസിനസ്സുകളിലും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പുറമേ നിന്നുള്ള തീരുമാനങ്ങളും ഒപ്പീനിയൻസും കാരണം. അപ്പൊ അത് എന്റെ ബിസിനസ്സിൽ വരരുത് എന്നുള്ളത് എനിക്ക് 100% നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷെ ഫണ്ടിങ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. അതൊരു വലിയ ചാലഞ്ചായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ചെയ്തത് ഇനീഷ്യൽ സ്റ്റേജിൽ തൊട്ട് ഇപ്പോൾ വരെ കിട്ടുന്ന എല്ലാ പൈസയും, ഓക്കെ, ഇതുവരെയുള്ള എല്ലാ എമൗണ്ടും ഇൻഗ്ലിഗേറ്റിലോട്ട് തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എനിക്ക് 100% ഓണർഷിപ്പ് ഇപ്പോഴും എൻ്റെ സ്ഥാപനത്തിലുണ്ട്. അവിടെ ഒരു വേറെ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള ഒരു കോഴ്സിനെ എന്തെങ്കിലും രീതിക്കുള്ള മാറ്റങ്ങൾ വരുത്താൻ എല്ലാത്തിനും എനിക്ക് 100% അവകാശമുണ്ട് ഇപ്പോൾ. അപ്പം ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും എടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അത് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. ഉള്ള ഗ്രോത്ത് മതി. ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടതിനെക്കാട്ടും ഒരുപാട് 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 വലുതാണ്. അപ്പോൾ ആ ഒരു വളർച്ച ഇനിയും കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള ചില ബിസിനസ് ടാക്ടിക്കുകൾക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഗ്രോത്ത് പോസിബിൾ ആണ് എന്നുള്ളതിന്റെ എക്സാമ്പിളാണ് ഇൻഗ്ലിഗേറ്റ്. 100% നമുക്ക് കിട്ടുന്ന എല്ലാ ഫണ്ടും, ഇപ്പൊ എനിക്കൊക്കെ ഇൻഗ്ലിഗേറ്റ് സാലറി മാത്രമാണ്. ഞാനും ഇൻഗ്ലിഗേറ്റിന്റെ ഒരു എംപ്ലോയി ആണ് അൾട്ടിമേറ്റ്ലി. തുടക്കത്തിൽ പറഞ്ഞു ഫൗണ്ടർ ആൻഡ് CEO ആണെന്നൊക്കെ, പക്ഷെ എന്നിരുന്നാൽ കൂടെ ഞാനൊരു എംപ്ലോയി ആണ് ഇൻഗ്ലിഗേറ്റിന്റെ. ഞാൻ ഇവിടുത്തെ സാലറി മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലാത്തതെല്ലാതും ഇൻഗ്ലിഗേറ്റിലോട്ട് തന്നെ കൊടുക്കുകയാണ് ഇൻഗ്ലിഗേറ്റിന്റെ ഗ്രോത്തിന്. ഇൻഗ്ലിഗേറ്റ് ഇനിയും ചെയ്യാൻ, ഇൻഗ്ലിഗേറ്റിന് കപ്പാസിറ്റി ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഗ്ലിഗേറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ സൊസൈറ്റിയിലുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. എഡ്യൂക്കേഷൻ ത്രൂ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ സൊസൈറ്റിയിൽ മാറ്റാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളൂ. അപ്പം അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിക്ക് ഞാൻ ഇൻഗ്ലിഗേറ്റിന്റെ കാര്യത്തിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റും കൂടെ നമുക്കുണ്ട് എപ്പോഴും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ എടുത്തൊരു തീരുമാനമായിരുന്നു ശരിക്കും. ഏറ്റവും നല്ല ഭംഗിയിൽ തന്നെ ഈ സ്ഥാപനം തുടങ്ങി അതേ ഒരു ഭംഗിയിൽ തന്നെ എല്ലാ കാലവും നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നു. നമുക്ക് പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും വേണ്ട. അതായത് ഫോറിനിൽ പോകണം, അബ്രോഡ് പോകണം, സെറ്റിൽ ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഒരുപാട് പിള്ളേരുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ഒരു പേടി സ്വപ്നമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അങ്ങനെ പറയുകയാണെങ്കിൽ? ഓക്കെ, അങ്ങനെയുള്ളവർക്കുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ മെസ്സേജ് ആണ് ഇപ്പൊ ഈ മുന്നിലിരിക്കണം ഞാൻ. ഓക്കെ, ഒരു സാധാരണ സ്റ്റേറ്റ് സ്കൂളിൽ പോയിട്ട് ഒന്നും ഇംഗ്ലീഷ് അറിയാതെ ഇവിടെ വരെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ലൈഫ് കൊണ്ട് തന്നെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇംഗ്ലീഷിനെ പേടിക്കണ്ട, ഏത് ലാംഗ്വേജിനായാലും പേടിക്കണ്ട. കാരണം ഈ ദുബായിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മാസത്തോണ്ടും 2 മാസത്തോണ്ടും മലയാളീസ് അടിപൊളിയായിട്ട് ഹിന്ദി പഠിക്കും. അവർ അടിപൊളിയായിട്ട് പറയും. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട് അവിടെ സിറ്റുവേഷൻ. അതെ, സർവൈവ് ചെയ്യണം, അത് തന്നെയാണ്. അപ്പോൾ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ലാംഗ്വേജിനെ പേടിച്ചെങ്ങനെ, ഒന്നിനും പേടിച്ചെങ്ങനെ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ പേടിക്കാതെ ഏറ്റവും നല്ല രീതിക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം. നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും പലതിന്റെ റിസൾട്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത്. നല്ലൊരു പെർസ്പെക്റ്റീവ് ഇതിനോട് നിങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ടും ഗ്യാരണ്ടീഡ് ആണ്. ഇതൊന്നും അല്ലാണ്ട് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും മെമ്മറീസ് ഇൻഗ്ലിഗേറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പഠിക്കാൻ വന്ന 2 സ്റ്റുഡൻസ് തന്നെ. അപ്പൊ അവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. പക്ഷെ ഇവര് എയർപോർട്ടിൽ വെച്ചിട്ടാണോ ഫ്ലൈറ്റിൽ വെച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഇവർ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അവര് ജസ്റ്റ് സംസാരിച്ചപ്പോൾ രണ്ടുപേരും ജർമ്മനിലോട്ടാണ്. പറഞ്ഞു വന്നപ്പോ രണ്ടുപേരും ഇംഗ്ലീഷിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അതൊരു വലിയ കണക്ട് ആയിരുന്നു അവർക്ക്. അവര് പിന്നെ റിലേഷൻഷിപ്പിലായി, ഇപ്പൊ കല്യാണം കഴിച്ചു, ജർമ്മനിയിൽ രണ്ടുപേരും സെറ്റിൽഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ജീവിതം കൊടുത്തിട്ടുള്ള ഇൻസിഡൻസും ഇംഗ്ലീഷ് കാരണം ഉണ്ടായിട്ടുണ്ട്.
ഓക്കെ. സാർ പറഞ്ഞു സാറിന്റെ ടീമാണ് സാറിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു. course, അപ്പൊ ഒരു ഫേവറേറ്റ് സ്റ്റാഫ് അങ്ങനെ ചോദിച്ചാൽ? അങ്ങനെ ചോദിച്ചാ പിന്നെ എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല, ഞാനത് പറയുന്നില്ല. അങ്ങനെ ഉണ്ട്, കുറച്ച് പേരുണ്ട് ഏറ്റവും നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷെ നാളെ അങ്ങോട്ട് ചെല്ലണല്ലോ, അതുകൊണ്ട് അത് പറയുന്നില്ല. സർ, സാറിന് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിരുന്ന ഒരു കാര്യം ഇപ്പൊ ചൈൽഡ്ഹുഡ് തൊട്ട് കറന്റ്ലി വരെ ഇപ്പൊ അത് ഇല്ല, അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ അത് എന്തായിരിക്കും? സ്റ്റേജ് ഫിയർ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സ്റ്റേജിൽ വെക്കാൻ. അതായത് ഞാൻ ചുമ്മാ ഇങ്ങനെ പറയാറുണ്ട്, പഠിച്ച് മാർക്ക് വാങ്ങിച്ച് ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങിക്കാനല്ലോ, അതുകൊണ്ട് ഞാൻ പഠിക്കാണ്ടിരുന്നുണ്ടെന്നൊക്കെ ചുമ്മാ വീട്ടിൽ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അത്രയും പേടിയായിരുന്നു സ്റ്റേജിൽ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നമ്മൾ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിൽ, ഇപ്പൊ ഇംഗ്ലീഷിന്റെ കോർപ്പറേറ്റ് ട്രെയിനിങ് നമ്മൾ ഭയങ്കരമായിട്ട് അത് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. പിള്ളേരിൽ നിന്ന് കിടുകിടാ പറയ്ക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു ഡൈപ്പറൊക്കെ ഇട്ട് തുറക്കേണ്ട സിറ്റുവേഷൻ വരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് മോശമല്ല, സിറ്റുവേഷൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം അവർക്ക് പറയാൻ പറ്റാത്തതാ. പക്ഷെ ആ ഒരു ധൈര്യം നമ്മൾ ശരിക്കും കൊടുക്കും. അങ്ങനെ ധൈര്യം കൊടുത്ത് പിള്ളേര് കഴിയുമ്പോഴത്തേനും സ്റ്റേജിൽ നിർത്തി സംസാരിച്ച് അവരാ ഒരു സന്തോഷത്തിലെ പോകാറില്ലേ, ആ സന്തോഷം കാണുന്നത് തന്നെ നമുക്ക് വലിയ കാര്യമാണ്. സാറിന് ടൈം ട്രാവൽ ചെയ്യാനായിട്ട് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ലൈഫിൽ ഏത് ഇൻസിഡന്റ് അല്ലെങ്കിൽ ഏത് സംഭവമായിരിക്കും മാറ്റണേ? ടൈം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും ആയില്ലായിരുന്നെങ്കിലോ, ചിലപ്പോൾ ഇങ്ങനെയൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിലോ. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളത് സന്തോഷമാണ്, ടൈം ട്രാവൽ ചെയ്യാനില്ല എന്തായാലും. ഇപ്പോൾ ഉള്ളതിൽ ഹാപ്പിയാണ്. അതായത് നമ്മളൊരു സാധനം ഇഷ്ടത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എന്റെ ലൈഫിൽ ഇംഗ്ലീഷ്. എന്റെ ഫസ്റ്റ് ലവ് ആണ് ശരിക്കും. എന്റെ വിത്ത് ഓൾ മൈ ഹാർട്ട് ഞാൻ സ്നേഹിച്ചു തുടങ്ങിയ ഒരു കാര്യമാണ്. അതിനോട് ആ സ്നേഹം തന്നെ എപ്പോഴും എല്ലാ കാലത്തും മൈ ലാസ്റ്റ് ബ്രെത്ത് ഞാൻ പറയും അതുണ്ടാവും. What is Ingligate for you? ഒരു സമയത്ത് ഇംഗ്ലീഷ് എൻ്റെ മാത്രം സ്വപ്നമായിരുന്നു. ഇപ്പൊ ഒരുപാട് പേരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇംഗ്ലീഷ്. ഒരുപാട് പേരുടെ സ്വപ്നത്തിന് ജീവൻ കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഇംഗ്ലീഷ്. അങ്ങനെ നോക്കുമ്പം അവരുടെ സ്വപ്നങ്ങളുടെ പേരാണ് ഇംഗ്ലീഷ്. എനിക്ക് അവര് സ്വപ്നം കണ്ട് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ പേരാണ് എനിക്ക് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന് എനിക്ക് ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട്, അത് ചിലപ്പം പറഞ്ഞാലും തീരാതെ വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് ഇംഗ്ലീഷ്. എൻ്റെ ജീവിതവും ഒരുപാട് പേരുടെ ജീവിതവും അതാണ്. സോ സർ, താങ്ക് യു സോ മച്ച് താങ്ക് യു. ബ്രാൻഡ് യാത്രയിൽ വന്നതിൽ, ഇത്രയും സംസാരിച്ചതിൽ. കാരണം ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് പേടിയുള്ള ആൾക്കാരുണ്ടാവാം, ചിലപ്പം പുറത്തു പോകണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടായിരിക്കാം, റൈറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് അറിയില്ല, ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടായിരിക്കാം. ഈ ഒരു പോഡ്കാസ്റ്റ് അവർക്കുള്ള ഒരു ആൻസർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു. ഇംഗ്ലീഷ് മാത്രമല്ല ഏത് ലാംഗ്വേജ് ആയി കഴിഞ്ഞാലും ഒരു പേടിയും കൂടാതെ നമുക്ക് പഠിക്കാൻ പറ്റും. അതിനുള്ളൊരു ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇവിടെ നിന്ന് പാസ്സായി പോയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ജീവിതം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.